നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ഒക്കെ വരുമ്പോൾ പല പ്രമുഖരെയും തങ്ങളുടെ ഒപ്പം ചേർക്കാൻ പാർട്ടികൾ ശ്രമിക്കാറുണ്ട്. സിനിമാ നടന്മാർ ഉൾപ്പെടെ പല പ്രമുഖരും തങ്ങൾക്ക് ആഭിമുഖ്യമുള്ള പാർട്ടിയിൽ ചേരുകയും ചിലരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ നടന്മാരും പണ്ട് കാലം മുതൽ തന്നെ പല പ്രമുഖ നടന്മാരും പല പാർട്ടികളോടും കോൺഗ്രസിനോടും CPM-നോടും ഒക്കെയുള്ള അനുഭാവം പ്രകടിപ്പിക്കുകയും അവര് ആ പാർട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ബാലുശ്ശേരിയിൽ ധർമ്മജൻ ബോൾഗാട്ടി മത്സരിച്ചു. എന്നാൽ അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. CPM-ന് വേണ്ടിയിട്ട് കൊല്ലത്ത് M. മുകേഷ് മത്സരിച്ചു. അദ്ദേഹം 2016 മത്സരിച്ച് ജയിച്ചയാളാണ്. കഴിഞ്ഞ തവണ മുകേഷ് കൊല്ലത്ത് വീണ്ടും മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ജയിക്കാൻ സാധിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിലും പല സിനിമാ താരങ്ങളുടെയും നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നയാളെത്തും, CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നയാളെത്തും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ അതൊന്നും തന്നെ അവസാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ അതൊന്നും ഉണ്ടാകില്ല. നമുക്കറിയാം 2016 കോൺഗ്രസിന് വേണ്ടിയിട്ട് പത്തനാപുരത്ത് പ്രമുഖ നടനായിട്ടുള്ള ജഗദീഷ് മത്സരിച്ചിരുന്നു ഗണേഷ് കുമാറിനെതിരെ. എന്നാൽ അവിടെ തോൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ നിരവധി പ്രമുഖ നടന്മാർ പണ്ട് കാലം മുതൽ തന്നെ പല പാർട്ടികൾക്കും വേണ്ടി മത്സരിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ജയിക്കും. ഗണേഷ് കുമാർ തന്നെ സിനിമാ നടനായിരിക്കെ 2001 UDF-ലായിരിക്കെ മത്സരിക്കാനായിട്ട് ഇറങ്ങി ജയിച്ച് ആദ്യ തവണ തന്നെ മന്ത്രിയായത്. അത്തരത്തിൽ നിരവധി ആളുകളുണ്ട്. പല നടന്മാർ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ നിലപാട് CPM-നോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും തന്റെ കമ്മ്യൂണിസ്റ്റ് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നടന്മാരായിട്ടുള്ള രമേശ് പിഷാരടി, സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവര് കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. CPM-നോട് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തോട് അനുഭാവമുള്ള നടന്മാരൊക്കെ തന്നെ അത് തുറന്നു പറയുകയും ആ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾക്ക് കാണാം. എന്നാൽ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിനോട് അനുഭാവമുള്ള നടന്മാരോ സാംസ്കാരിക നായകരോ ഒക്കെ തന്നെ അതങ്ങനെ തുറന്നു പറയാൻ അവരങ്ങനെ താല്പര്യം കാണിക്കാറില്ല. അവർ വിമുഖത പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു മാറ്റം വന്നത് ഈ രമേശ് പിഷാരടിയാണ്. അദ്ദേഹം പലപ്പോഴും അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യാറുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പണ്ട് മുതൽ തന്നെ കോൺഗ്രസ്സുകാരനാണ്, അതിൽ തുറന്നു പറയുന്നത് എനിക്ക് യാതൊരു മടിയുമില്ല. കോൺഗ്രസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യന്തം പ്രചരണ രംഗത്ത് സജീവമായി നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് കഴിഞ്ഞ തവണ പറഞ്ഞു കേട്ടിരുന്നു പല മണ്ഡലങ്ങളിലും, എന്നാൽ അതുണ്ടായില്ല. ഇത്തവണയും അദ്ദേഹത്തിന്റെ പേര് തൃപ്പൂണിത്തുറ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിനോട് അനുഭാവമുള്ള ഈ സിനിമാ നടന്മാര് അത് തുറന്നു പറഞ്ഞ് പരസ്യമായിട്ട് തുറന്നു പറയുന്നത് വളരെ കുറവാണ്. അത്തരത്തിലുള്ള താരങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രമുഖ നടൻ കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM-നോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് നടൻ പ്രേംകുമാറാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം CPM-നെതിരെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്തെത്തിയത്. അദ്ദേഹം മുൻപ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ്. ആ സ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കിയതിലുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങൾ വഴി പ്രകടിപ്പിച്ചിരുന്നു. തന്നോട് മര്യാദ കാട്ടിയില്ല സർക്കാർ എന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. അത്തരത്തിൽ LDF-നോട് CPM-നോട് അനുഭാവം പ്രകടിപ്പിച്ചു നിന്ന് ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അവരോട് പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രേംകുമാറിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വരുന്നത്. പ്രേംകുമാർ തന്നെ ഇന്നലെ പറഞ്ഞത് താൻ കുട്ടിക്കാലത്ത് തന്റെ വിദ്യാഭ്യാസ കാലത്ത് താൻ KSU-വിലായിരുന്നു. പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് നാടകത്തിൽ അഭിനയിച്ചത് വഴിയാണ് പിന്നീട് കമ്മ്യൂണിസത്തോടൊരു അനുഭാവം ഉണ്ടാവുകയും ആ രീതിയിലേക്ക് തന്റെ രാഷ്ട്രീയം മാറുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ താനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, ഒരു KSU-വിന്റെ പ്രവർത്തകനായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രേംകുമാർ. ആ പ്രേംകുമാറിനെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ ഇന്നലെ മുതൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹം ഒരു വ്യക്തമായ മറുപടി അതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും LDF-നോട് അല്ലെങ്കിൽ CPM-നോട് ഇനി ഒത്തുചേർന്ന് പോകാൻ തനിക്ക് കഴിയില്ല എന്നുള്ളത് പ്രേംകുമാർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കിയത് ആശാ സമരത്തെ താൻ പിന്തുണച്ചത് കൊണ്ടാണ്. ഒരു യോഗത്തിൽ LDF സർക്കാർ കഴിഞ്ഞ ഡിസംബറിൽ കൊച്ചിയിൽ നടത്തിയ ആഗോള സാംസ്കാരിക ഫെസ്റ്റിവലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗത്തിലാണ് ഈ പ്രേംകുമാർ ഈ ആശാ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കുമ്പോൾ അതിനകത്ത് മനുഷ്യത്വം, മാനവികത ഒക്കെ തന്നെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്
അത്തരമൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അപ്പോൾ പ്രേംകുമാർ തന്റെ നിലപാട് പറഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ആശാവർക്കർമാർ സമരത്തിലാണ്, അവരുടെ സമരത്തെ കാണാതെ പോകരുത്, ഇത്തരത്തിൽ ഫെസ്റ്റിവലുകൾക്ക് കോടികൾ ചെലവാക്കുമ്പോൾ അവരുടെ ആ സമരത്തെ കണ്ടലിൽ നടിക്കുന്നത് ശരിയാകില്ല, പ്രത്യേകിച്ച് നമ്മൾ ഈ മാനവികതയും മനുഷ്യത്വവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇവരോട് ആ മാനവികതയും മനുഷ്യത്വവും ഒന്നും വേണ്ടേ എന്നുള്ള ചോദ്യമാണ് പ്രേംകുമാർ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലും ഒപ്പം തന്നെ ആ ആഗോള സാംസ്കാരിക ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി അംഗം എന്നുള്ള നിലയിലും ചോദിച്ചത്. എന്നാൽ അത് പാർട്ടിക്ക് വലിയ ഒരു പ്രശ്നമുണ്ടാക്കി, വലിയൊരു ക്ഷീണമുണ്ടാക്കി. ആ യോഗത്തിൽ, അത്തരമൊരു യോഗത്തിൽ അത് പറഞ്ഞത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. അതിനെ തുടർന്നാണ് തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒരു അറിയിപ്പുമില്ലാതെ പുറത്താക്കിയതെന്നാണ് പ്രേംകുമാർ പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഈ നിമിഷം വരെയും അദ്ദേഹത്തിനോട് അത്തരമൊരു അറിയിപ്പ് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതികാര മനോഭാവം തന്നോട് കാണിച്ചു അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ. അതേസമയം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം കവിയായിട്ടുള്ള സച്ചിദാനന്ദൻ, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. എന്നാൽ അദ്ദേഹം ആ പദവിയിൽ തുടരുകയാണ്, കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ തുടരുകയാണ്. അപ്പോൾ തങ്ങൾക്ക് രണ്ടുപേർക്കും ഇരട്ട നീതിയാണ് ഉണ്ടായത്. ഇത്രയൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടും സച്ചിദാനന്ദൻ അവിടെ തുടരാൻ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത സിദ്ധി എന്ന് പ്രേംകുമാർ ചോദിക്കുന്നുണ്ട്. തന്നെ ഒരു കാര്യവും കൂടാതെ ഒരു അറിയിപ്പ് നൽകാതെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ച് പുറത്താക്കി താൻ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് അത്തരമൊരു നടപടി ഉണ്ടായതെന്ന് വലിയ രീതിയിൽ തന്നെ ആ ഒരു അമർഷം പ്രേംകുമാർ പറയുന്നുണ്ട്. ഒരു മര്യാദകേടാണ് തന്നോട് കാണിച്ചത് സർക്കാരും സാംസ്കാരിക വകുപ്പും എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തങ്ങൾക്കൊപ്പം ചേർക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അദ്ദേഹവുമായിട്ട് നിരന്തരം പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഇറക്കണമോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ നിരന്തരമായിട്ട് പ്രേംകുമാറായിട്ട് ഇന്നലെ മുതൽ ബന്ധപ്പെടുന്നുണ്ട്. ഇന്നലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രേംകുമാറിന്റെ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് കാണിച്ചത് അനീതിയാണ് എന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സർക്കാരിന്റെ പദവിയിൽ ഇരിക്കുമ്പോൾ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പൊടുന്നനെ എടുത്ത് മാറ്റുക, അത്തരത്തിലുള്ള ഒരു അനീതി അദ്ദേഹത്തോട് കാട്ടി എന്ന ഒരു വികാരമാണ് കേരളീയ പൊതുസമൂഹത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹമായിട്ട് ഇങ്ങനെ ആശയവിനിമയം നടത്തി വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് അദ്ദേഹം ഒരു KSUവിന്റെ പ്രവർത്തകനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വിഷമമൊന്നും ഉണ്ടാകില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രേംകുമാറിന് മികച്ച ഒരു അക്കോമഡേഷൻ നൽകുമെന്നും ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേംകുമാറുമായിട്ടുള്ള ഒരു ചർച്ച അത് കോൺഗ്രസ് നേതാക്കൾ തുടരുകയാണ്. അദ്ദേഹം പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് വരുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നു കൊണ്ട് സംവിധായകനും നടനുമായ രഞ്ജിത്ത് അദ്ദേഹം ഒരു ലൈംഗിക ആരോപണ കേസിൽ പെടുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ രാജി സർക്കാരിന് ചോദിച്ചു വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് പകരമായിട്ടാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സിനിമാ മേഖലയിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹം LDFനോട് അല്ലെങ്കിൽ CPMനോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ CPM രാഷ്ട്രീയത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്റെ ആ നിലപാട് താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പലവട്ടവും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് രഞ്ജിത്ത്. അത്തരത്തിലൊരു വ്യക്തി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിക്കും സർക്കാരിനും വരുത്തിവെച്ച നാണക്കേട് ചെറുതല്ല. ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിനെ ആ പദവിയിലേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും നിയമിച്ചത്. എന്നാൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പ്രേംകുമാർ നടത്തിയത്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ, സർക്കാരിനെ പോലും അത്ഭുതപ്പെടുന്ന തരത്തിലാണ് മികച്ചൊരു പ്രവർത്തനം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രേംകുമാർ നടത്തിയത്. അത് പലവട്ടം സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തിൽ പ്രേംകുമാറിനെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും അത്തരത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും പ്രേംകുമാറിനെ പുറത്താക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തോട് കാട്ടിയ ഒരു അനീതിയാണ്. അപ്പോൾ അത് ഒരു തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. വരും ദിനങ്ങളിലും പ്രേംകുമാറുമായിട്ടുള്ള ചർച്ച കൂടുതൽ വിശദമായിട്ട് തന്നെ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.